അനിൽകുമാർ വളരെ വിശദമായിട്ട് അതേക്കുറിച്ച് പറഞ്ഞു. അതായത് വി ഡി സതീശന്റെ കാപ്പറ്റി. എന്റെ ചോദ്യം അങ്ങ് കേട്ടതാണോ കേൾക്കാത്തതാണോ എന്ന് എനിക്കറിയില്ല. എന്റെ ചോദ്യം ഇതാണ്: കേരളത്തിൽ നസ്രാണികൾ മുസ്ലിങ്ങളെ ഭയന്നാണ് ജീവിക്കുന്നത്, അതുകൊണ്ട് നായാടി നസ്രാണി വരെയുള്ളവരുടെ ഐക്യം വേണം എന്ന വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവന സ്വീകാര്യമാണോ? സ്വീകാര്യമല്ലെങ്കിൽ അതിനെ CPM തള്ളിപ്പറയുമോ? അതാണ് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞത്. അങ്ങ് പറഞ്ഞില്ല, ആ ചോദ്യത്തിന് അങ്ങ് മറുപടി പറഞ്ഞില്ല. പകരം സതീശന് വർഗീയത എതിർക്കാനുള്ള അർഹതയെക്കുറിച്ചാണ് സംസാരിച്ചത്. UDF വർഗീയവാദിയുണ്ട്, അദ്ദേഹം SDPI-യെയും RSS-നെയും ജമാഅത്ത് ഇസ്ലാമിയും തള്ളി പറയുന്നില്ല എന്നാണ് അത് അങ്ങ് പറഞ്ഞത്. എന്റെ ചോദ്യം, വെള്ളാപ്പള്ളി നടേശൻ ഇന്ന് പറഞ്ഞ വളരെ ഗുരുതരമായ ആ പരാമർശത്തെ കുറിച്ച് CPM നിലപാടുണ്ടോ? പറയാം. അതെ, ആ നിലപാട് ഇപ്പൊ പറയാൻ പോണത് ഞാൻ കൃത്യമായിട്ട് മറുപടി പറയാം. നിങ്ങളിപ്പോൾ ഇവിടെ കേൾപ്പിച്ച ബഹുമാനപ്പെട്ട SNDP ജനറൽ സെക്രട്ടറിയുടെ പ്രസ്താവനയുടെ പൊരുൾ എന്താണ്? 2011 LDF-ന് തുടർഭരണം കിട്ടേണ്ടതായിരുന്നു. ഞങ്ങൾക്ക് 68, UDF-ന് 72. എങ്ങനെ അട്ടിമറിച്ചു? അതാണ് SNDP ജനറൽ സെക്രട്ടറി പറയുന്നത്. മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ളവർ ഒരു പിന്നോക്ക മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരുടെ മുന്നണി ഉണ്ടാക്കാൻ വേണ്ടി SNDP-യെ NSS-മായി അടുപ്പിച്ചു. അത് മുസ്ലിം ലീഗിൻ്റെ കളിയായിരുന്നു. ഞങ്ങളിപ്പോൾ കെണിയിൽ വീഴാൻ ഉദ്ദേശിക്കുന്നില്ല. 2, അങ്ങനെ അധികാരം പിടിച്ച മുസ്ലിം ലീഗ് 33 അൺഎയ്ഡഡ് സ്കൂളുകൾ എയ്ഡഡാക്കിയപ്പോൾ ഒറ്റയ്ക്ക് തങ്ങളുടേതായത് മാറ്റി, തങ്ങളുടെ വിദ്യാഭ്യാസ കച്ചവടത്തിനായിട്ട് മാറ്റി, തങ്ങളുടെ പ്രമാണവർഗ താല്പര്യത്തിനായിട്ട് മാറ്റി. അത് പാവപ്പെട്ട മുസ്ലിമിന് ഗുണം കിട്ടുന്ന കാര്യമല്ല. ആ തർക്കമാണ് വെള്ളാപ്പള്ളി ഉന്നയിക്കുന്നത്. അത് മുസ്ലിം വിഭാഗത്തിനെതിരാണെന്ന് കേരളത്തിലെ ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങളെ ഭയന്നാണ് കേരളത്തിൽ ജീവിക്കുന്നത് എന്ന് പച്ചയ്ക്ക് പറഞ്ഞു. അത് അങ്ങും കേട്ടതാണ്, ഞാനും കേട്ടതാണ്. അതേക്കുറിച്ച് CPM-ന് നിലപാടുണ്ടോ? അതെ, അതിനെക്കുറിച്ചാണ് ഞാൻ മുമ്പേ തന്നെ അതിനെക്കുറിച്ച് അങ്ങ് പറഞ്ഞിട്ടില്ല. അങ്ങ് പറയുന്നത് മറ്റു കാര്യങ്ങളാണ്, ലീഗിന്റെ കാര്യങ്ങളാണ് പറയുന്നത്. ഈ പറഞ്ഞത് അതായത് ഞാൻ ഒരു സമുദായത്തിനെതിരല്ല, ഒരു മതസമുദായത്തിനെതിരല്ല എന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതിന് ശേഷം അദ്ദേഹം തന്നെ പറയുന്ന കാര്യമാണ് ക്രൈസ്തവർ മുസ്ലിങ്ങളെ ഭയന്നാണ് ജീവിക്കുന്നതെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതാണ്. അതേക്കുറിച്ച് CPM-ന് അഭിപ്രായമുണ്ടോ എന്തെങ്കിലും? അതെ, CPM-ന്റെ അഭിപ്രായം കൃത്യമായിട്ട് പറയാം. കേരളത്തിലെ ഒരു സമുദായവും മറ്റൊരു സമുദായത്തെ ഭയന്ന് ജീവിക്കേണ്ട ഒരു സാഹചര്യമില്ല എന്നാണ് CPM-ന്റെ നിലപാട്. ഇവിടെ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം, അപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് വർഗീയതയോ വിദ്വേഷ പരാമർശമോ ആണോ? അങ്ങനെ ഇല്ലാത്ത ഒരു സാഹചര്യം കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം CPM-ആണ്. കേരളത്തിൽ അങ്ങനെ ഒരു സമുദായത്തിന് മറ്റു സമുദായത്തെ ഭയന്ന് ജീവിക്കേണ്ട സാഹചര്യമില്ല, എന്നാൽ അങ്ങനെ ഉണ്ട് എന്ന് പ്രചരിപ്പിക്കുന്നത് വിദ്വേഷ പ്രചാരണമോ വർഗീയതയാണോ? അതെ, ഞാനൊന്ന് മറുപടി പറഞ്ഞിട്ട് നിങ്ങൾ കേൾക്കൂ. ഇവിടെ എന്താ വിഷയം? ഇവിടെ മുമ്പ് 2011 UDF ഗവൺമെൻറ് ചെറിയ ഭൂരിപക്ഷത്തിൽ ജയിക്കാനിടയായ സാഹചര്യം സംബന്ധിച്ച് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നടത്തിയൊരു വഞ്ചനയെക്കുറിച്ചാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതല്ല അനിൽകുമാർ, മാധ്യമപ്രവർത്തകർ ആവർത്തിച്ച് ചോദിച്ചു. നേരത്തെ നായാടി മുതൽ നമ്പൂതിരി വരെ സമുദായങ്ങളുടെ ഐക്യത്തെക്കുറിച്ച് അങ്ങ് പറഞ്ഞു. ഇപ്പോൾ അതിൽ നസ്രാണികളെ എന്തിനു ചേർത്തു? അതിലെന്തുകൊണ്ട് മുസ്ലിങ്ങളില്ല എന്ന് ചോദിച്ചപ്പോഴാണ് കേരളത്തിൽ മുസ്ലിങ്ങളെ ഭയന്നാണ് കേരളത്തിലെ ക്രൈസ്തവർ ജീവിക്കുന്നതെന്ന് അദ്ദേഹം വിശദമായി പറഞ്ഞു. അതേക്കുറിച്ചാണ് എൻ്റെ ചോദ്യം. 2011 UDF-ലേക്ക് നമുക്ക് വരാം.